ഹലോ ഫ്രണ്ട്സ്, നല്ല അടിപൊളി മന്തി വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: കുരുമുളക്, പൊടിക്കാതെ കുരുമുളക്, പിന്നെ കുരുമുളക് പൊടിച്ചത്, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇഞ്ചി ചതച്ചത്, പിന്നെ വലിയ ജീരകം, പിന്നെ കറുകപ്പൂവ്, ഏലക്ക, പട്ട, പിന്നെ 2 മേഗിക്കട്ട, പിന്നെ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് 1 കിലോ വെക്കണം. 1 കിലോ ചിക്കനും 1 കിലോ അരിക്കും ഉള്ള പരിപാടിയാണ്. അപ്പം അതിന് 1 കിലോ അരിക്ക് പിന്നെ ഇത് 500 സൺഫ്ലവർ ഓയിൽ. അല്ല 2 കിലോന് പിന്നെ 500 സൺഫ്ലവർ ഓയിൽ. അപ്പം നമുക്ക് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന 1 കിലോ അരിയാണ്. അതിന് 250 പിന്നെ ഓയിൽ മതി. അപ്പം ഇത് 500 ഇതിൻ്റെ പകുതി മതി. പിന്നെ അതിന് പിന്നെ 1 കിലോ അരിയാണ് ഇത് വെള്ളം പറഞ്ഞ് കുതിർത്ത് വെച്ചതാണ്. പിന്നെ 1 കിലോ ചിക്കൻ, തൊലിയോട് കൂടിയ ചിക്കനാണ്. 1 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം. ചിക്കൻ റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ: കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കളറ്, ചുവന്ന കളറ്, പിന്നെ നേരത്തെ ഞാൻ ചതച്ച് വെച്ച പിന്നെ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ മേഗിക്കട്ട, പിന്നെ വലിയ ജീരകം, കുരുമുളക്, പിന്നെ ഗരം മസാലപ്പൊടി കുറച്ച് വേണം, പിന്നെ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നമുക്ക് യൂസ് ചെയ്യാം. ചുവന്ന കളർ. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഈ മേഗിക്കട്ട നല്ലോണം പൊടിക്കണം. മറ്റേ ഇതിലേക്ക് ഇത് കട്ട പിടിച്ച് കേൾക്കും. നല്ലോണം പൊടിച്ച് കൊടുക്കുന്നു. നല്ലോണം ഇളക്കി കൊടുക്കണം. കളറും മഞ്ഞളും എല്ലാം ഈ ചിക്കനിൽ നല്ലോണം പിടിക്കണം. ഒരു 10-20 മിനിറ്റ് ഇത് പിടിക്കാൻ വേണ്ടി എടുത്ത് വെക്കണം. എന്നാലേ ഈ ചിക്കനെല്ലാം എല്ലാ മസാലകളും പിടിക്കുന്നു. ചിക്കൻ ഉണ്ടോ നല്ല കളറുണ്ട്, കണ്ടില്ലേ? നല്ല മസാല ഇതിൽ പിടിച്ചിരിക്കുന്നു. ഇനി ഒന്നുകൂടെ ഇടാനുണ്ട്. ഒരു ലെമൺ, ഒരു കഷ്ണമുണ്ട്. കുറച്ച് വലിയ ലെമണാണ്. ഇത് ഇതിലേക്ക് ചെയ്യാം. നല്ല ടേസ്റ്റിനാണ്. പിന്നെ ഉപ്പ് എടുത്തിട്ടില്ല. ഉപ്പ് ലെമൺ ഒപ്പമാണ് ഇടേണ്ടത്. അപ്പോൾ അരി നല്ലോണം തിളച്ച് വന്നിരിക്കുന്നു. വേവാൻ നിൽക്കരുത്. ഒന്ന് തിളച്ചാപ്പോൾ തന്നെ എടുക്കണം. നമുക്കിത് ഊറ്റിയെടുക്കാം. അങ്ങനെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ നമ്മൾ വെച്ചു. 20 മിനിറ്റ് റെഡി ആയിരിക്കുന്നു. ചോറും ഇവിടെ തിളപ്പിച്ച് ഊറ്റി വെച്ചിരിക്കുന്നു. എല്ലാം റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ നമ്മൾ വെച്ചു. 20 മിനിറ്റ് റെഡി ആയിരിക്കുന്നു. ചോറും ഇവിടെ തിളപ്പിച്ച് ഊറ്റി വെച്ചിരിക്കുന്നു. എല്ലാം റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഈ ചിക്കൻ ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്നു. ഇത് ഓരോ ചിക്കനും വേറിട്ട് നിൽക്കണം. വലിയ കുക്കർ 10 കിലോ കുക്കർ, പിന്നെ 1 കിലോ അരിക്ക് 10 കിലോ കുക്കർ റെഡിയാണ്. അപ്പം 1 കിലോ ചിക്കനാണിത്. നല്ല റെഡിയായി നിൽക്കുന്നുണ്ട്. ഒരു കഷ്ണത്തിന് മേലെ മറ്റൊരു കഷ്ണം വരാൻ പാടില്ല. ചിക്കൻ റെഡി ആയിരിക്കണം. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ 1 കിലോ അരിക്ക് 250 1 കിലോ ചിക്കനക്കും. അപ്പോൾ അത് ഇതിൻ്റെ പകുതി നമുക്കിതിലേക്ക് ഒഴിക്കാം. അങ്ങനെ ചോറ് ഫുള്ള് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് കണൽ, നല്ല കണലാണ്, ഇതിലേക്ക് വെക്കണം. കനൽ അതിലേക്ക് വീഴാനും പാടില്ല. അതിൽ കറക്റ്റിൽ നല്ല അതിലേക്ക് കുക്കറിലേക്ക് പാകമായൊരു പാത്രം വെക്കണം.
ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ പുക പോകുന്നതിന് മുന്നായിട്ട് നമ്മളെ കുക്കറിൻ്റെ നമുക്കിത് ഗ്യാസുമ്മേലേക്ക് മാറ്റാം. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ അടുപ്പിലാണ് വെച്ചത്. ഇത് നമ്മൾ ഗ്യാസ് ഇല്ലാഞ്ഞാൽ പിന്നെ സമയമൊന്നും ശരിയായി കിട്ടില്ല. അപ്പം കുക്കർ ഒരൊറ്റ തവണ കുക്കിയാൽ മതി. അതോടുകൂടി നമുക്ക് ഓഫ് ചെയ്യാം. സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. കൂടുതലാവാൻ ചിലപ്പോൾ ചിക്കന് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കൂക്ക് കൂക്കട്ടെ.